بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إن الله تعالى قال: من عادى لي وليا فقد آذنته بالحرب. صدق رسول الله. قد قال شيخ شيوخنا أبو الوفاء قولا صحيحا ما له من منهم: إني سمعت الخضر يوما قال لي: يوم المعاد سيفتخر ذي العصم محمد صلى عليه الصمد بالسيد الكبير بين الأمم يسأل جميع الأنبياء آخذا بيد الكبير بن العلي المكرم: هل عندكم في من رجل؟ لا فوالله مثله من آدمي. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ സഖാഫി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, മുത്തഅല്ലിമുകൾ, ഉമറാക്കൾ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ മജ്ലിസ്, അതിന് നേതൃത്വം നൽകുന്ന ഈ പള്ളിക്കും മഹല്ലിനുമൊക്കെ
നേതൃത്വം നൽകുന്ന അഭിവന്യരായ ഉസ്താദ് അവർകൾ, അല്ലാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘ ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ക്ഷീണങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു പരിപൂർണ ശിഫാ നൽകി വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ജുമാദുൽ ഊല മഹാനായ സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ടിന്റെ സമയമാണ്. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ച ഖുത്ബ് എന്ന മഹത്തായ സ്ഥാനം കൈവരിച്ച മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ വളരെ താഴ്മയോട് കൂടെയുള്ള വളരെ ലളിതമായ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ. സേവന പ്രവർത്തനങ്ങളുടെ, സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഉദാത്തമായ മാതൃകയാണ് ബഹുമാനപ്പെട്ട ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു. കുഷ്ഠരോഗികളായ ആളുകളെ, വെള്ളപ്പാണ്ട് രോഗികളായ ആളുകളെ ജനങ്ങൾ അറുക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗികളെ, ആളുകൾ കൂടെ ഇരിക്കാൻ മടിക്കുന്ന രോഗികളെ, അവരെ ശുശ്രൂഷിക്കുകയും സാന്ത്വനം നൽകുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ, ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അവരെ പലപ്പോഴും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സമാധാനത്തിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന മഹാനാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. ആളുകൾക്ക് കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കാൻ വെറുപ്പുള്ള രോഗികൾ, അത്തരം രോഗികളുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരെ കൂടെ ഇരിക്കാനും അവരോട് സംസാരിക്കാനും അവരെ സമാധാനിപ്പിക്കാനും ഒരു മടിയും ഇല്ലാത്ത വലിയ മാതൃകയുടെ ഉടമയായിരുന്നു മഹാനവർകൾ. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ ആളുകളുടെ കൈ പിടിച്ച് അവർക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ അവരെ എത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് ആവശ്യങ്ങളൊക്കെ വേണ്ടതെല്ലാം അവര് നിറവേറ്റിയതിനു ശേഷം അവരെ കൈപിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത നേതാവ്, ഔലിയാക്കളിൽ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ, ഔലിയാക്കളിൽ ഖുത്ബ് എന്ന സ്ഥാനം അലങ്കരിക്കുമ്പോൾ തന്നെ, വലിയ നേതാവാകുമ്പോൾ തന്നെ
ആ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു എല്ലാവരോടും കാണിച്ചിരുന്ന സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സേവനത്തിന്റെ, സാന്ത്വനത്തിന്റെ വലിയ ഉത്തമമായ മാതൃകയായിരുന്നു ഇതെല്ലാം. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, അന്ന് ആ നാട്ടിൽ അതാ ഒരു നായ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ. ആളുകളൊക്കെ അതിനെ കല്ലെടുത്തെറിയുകയാണ്. കാരണം അതിന്റെ ശരീരത്തിൽ മുറിവ് വെട്ടിയിട്ട് അത് വ്രണപ്പെട്ടുകൊണ്ട് അതിൽ പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കാണുമ്പോഴേക്ക് അതിനെ എടുത്ത് കല്ലെടുത്തെറിയുകയാണ്. പക്ഷേ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാത്ത അലിവ് തോന്നുകയാണ്. കണ്ടാൽ തന്നെ ജനങ്ങൾ കല്ലെടുത്തെറിയുന്ന ജീവിയാണല്ലോ നായ എന്ന് പറയുന്ന ജീവി. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം തന്നെ ആ നായയെ തൊട്ടാൽ, അതല്ലെങ്കിൽ ആ നായ ഇങ്ങോട്ട് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അതിൽ 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്ന് പഠിപ്പിച്ച അത്രയും ഗൗരവമുള്ള നജസാണല്ലോ നായ എന്നത്. പക്ഷേ ആളുകളൊക്കെ ഈ നായയെ കല്ലെടുത്തെറിയുമ്പോ, ആളുകൾ ഈ നായയെ ഓടിക്കാൻ ശ്രമിക്കുമ്പോ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ആ നായയെ കൂട്ടിയിട്ട് ദൂരെ ഒരു മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ്. ആൾതാമസമില്ലാത്ത വിശാലമായ ഒരു മരുഭൂമിയിൽ ചെന്നിട്ട് ഒരു ചെറിയ കുടില് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നു. 40 ദിവസം ആ കുടിലിന്റെ ഉള്ളിൽ തന്നെ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ അവിടുത്തെ ദിക്ർ ചൊല്ലുന്നുണ്ട്, അവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഈ നായക്ക് വേണ്ട മരുന്നുകൾ വെച്ചു കൊടുക്കുന്നു, നായക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നു, നായയുടെ വേണ്ട രൂപത്തിൽ നായയെ ശുശ്രൂഷിക്കുന്നു. ഒരു വിഷമവുമില്ലാതെ നായയെ നോക്കിയിട്ട് 40 ദിവസം ആ നായയുടെ കൂടെ ജീവിക്കുകയാണ്. അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ആ നായയുടെ രോഗവും മുറിവൊക്കുമൊക്കെ മാറിയിട്ട് അതാ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ അതിനെയും കൂട്ടിയിട്ട് തൻ്റെ നാട്ടിലേക്ക്, ഗ്രാമപ്രദേശത്തിലേക്ക് വരുമ്പോ ആളുകൾ ചോദിക്കുകയാണ്, അല്ല അഹ്മദേ, എല്ലാവരും കല്ലെടുത്തെറിയുമ്പോ ആളുകൾ മുഴുവനും നിസാരമായി കാണുമ്പോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ നായയെ നിങ്ങൾ ഇത്രമാത്രം പരിഗണിച്ചതെന്താണ്? അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ മറുപടി, നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോ, റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ രാജാവും റബ്ബിന്റെ ഒരു ചോദ്യം, അതേ ഓ അഹ്മദേ, ഇങ്ങനെ ഒരു നായക്ക് ഇത്തരം രോഗം വന്നിട്ട് അതാ പ്രയാസപ്പെടുന്നൊരു സമയമുണ്ടായപ്പോ ആ നായയോട് കാണിക്കാനുള്ള ഒരു റഹ്മത്ത്, കാരുണ്യം നിങ്ങൾക്കുണ്ടായില്ലയോ? ഇത് ചോദിച്ചാൽ ഈ പാവപ്പെട്ട അഹമ്മദിനു മറുപടി പറയണ്ടേ? ഓ സഹോദരങ്ങളെ, മിണ്ടാപ്രാണി ജീവികളെ ആക്രമിക്കുന്നവരുണ്ട്, അതിനെ കല്ലെടുത്ത് ഓടിക്കുന്നവരുണ്ട്. നമ്മുടെ മക്കളത് ചെയ്യുമ്പോ അരുത് മോനേന്ന് പറയാതെ മകൻ കാണിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും
അത് കണ്ടുകൊണ്ട് കൈയടിച്ച് ചിരിക്കുകയും ചെയ്യുന്ന കക്ഷികൾ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഈ മാസം നമ്മൾ അനുസ്മരിക്കുന്ന മഹാന്, അവിടുത്തെ ജീവിതം കണ്ടോ നിങ്ങൾ? ജരദാ മിണ്ടാപ്രാണിയായ ഈ മൃഗത്തിനെ, അതേ ജനങ്ങൾ അറുക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഈ ജീവിയെ എന്നല്ല, പരിശുദ്ധ ഇസ്ലാം തന്നെ വലിയ ഗൗരവമുള്ള നജസാണെന്ന് പഠിപ്പിച്ച ജീവിയെ പോലും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പരിഗണിക്കുന്നു, അതിനോട് കാരുണ്യം കാണിക്കുന്നു. ഖദ് ഖാല ശൈഖു ശുയൂഖിനാ അബുൽ വഫാ ഖൗലൻ സ്വഹീഹൻ മാ ലഹു മിൻ മുൻഹമി. മഹാനായ ശൈഖ് അബുൽ വഫാ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുന്ന് പറയുകയാണ്, ഇന്നി സമിഅതുൽ ഖിളറ യൗമൻ ഖാല ലി യൗമൽ മഅദി സയഫ്തഖിറുൽ ഈസ്വമീ. മഹാനായ ശൈഖ് അബുൽ വഫാ തങ്ങൾ പറയുന്നത്, ഖിളർ നബി അലൈഹിസ്സലാം ഒരു ദിവസം എന്നോട് പറഞ്ഞു, മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം എന്നോട് പറഞ്ഞു. ഖിളർ നബി പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് ഖിളർ നബി പറയുന്നത്? യൗമൽ മഅദി സയഫ്തഖിറു ദുൽ ഈസ്വമീ. നാളെ മഹ്ശറയില്, പാരത്രിക ലോകത്ത്, അതാ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കാര്യം പറഞ്ഞ് ഒരാള് അഭിമാനിക്കുന്നു, വലിയ അഭിമാനം പറയുന്നു. ആരാണ് ആ പറയുന്നയാള്? മുഹമ്മദുൻ സ്വല്ലാ അലൈഹി സ്വമദു ബിസ്സയ്യിദിൽ കബീരി ബൈനൽ ഉമമി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അഭിമാനം കൊള്ളുകയാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പറഞ്ഞുകൊണ്ട് ഫഖ്ർ പറയുകയാണ്, അന്തസ് പറയുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എന്താണ്? യസ്അലു ജമീഅൽ അംബിയാഇ അഖിദാ ബിയദിൽ കബീരി ബിനിൽ അലിയിൽ മുക്റമീ. ഹബീബായ തങ്ങള്, മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ കൈപിടിച്ചിട്ട് മഹ്ശറയില് എല്ലാ അമ്പിയാക്കളും ഉണ്ടാകുമ്പോ, എല്ലാ അമ്പിയാക്കളുടെ സമുദായവും തടിച്ചുകൂടി നിൽക്കുമ്പോ, എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ, കോടാനക്കോടി വരുന്ന ജനങ്ങളെ മുന്നിൽ വെച്ച് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കൈപിടിച്ചിട്ട് വെല്ലിപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ അമ്പിയാക്കളുടെയും സമുദായങ്ങളോട്, എല്ലാ അമ്പിയാക്കളോടും വിളിച്ചു ചോദിക്കുകയാണ്, ഹൽ ഇൻദകും ഫീ ഉമമിൻ മിർ റജുലി ലാ ഫവല്ലാഹ് മിസ്ലഹു മിൻ ആരിമീ. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല, നിങ്ങളുള്ള ഏതെങ്കിലും സമുദായത്തില്, നിങ്ങളെ ഏതെങ്കിലും പ്രവാചകന്മാരുടെ കൂട്ടത്തില്, നിങ്ങളുടെ ഏതെങ്കിലും പ്രവാചകന്മാരുടെ അനുയായികളില്, അവരുടെ ഉമ്മത്തിൽ, അവരുടെ സമുദായത്തിൽ ഇതുപോലെ ഒരാളെ പറയാനുണ്ടോ? ഇതുപോലെ ഒരാളെ കാണിക്കാനുണ്ടോ? എല്ലാ അമ്പിയാക്കളുടെയും മറുപടി, എല്ലാ ഉമ്മത്തിന്റെയും മറുപടി, എല്ലാ ജനങ്ങളുടെയും മറുപടി ലാ ലാ.
അള്ളാഹുവിനെ തന്നെ സത്യം, ഈ മനുഷ്യനെ പോലെ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ പോലെ ഒരാള് വേറെ പറയാനില്ല, ഒരാളെ വേറെ കാണിക്കാനില്ല. സഹോദരങ്ങളെ, എവിടെ നിന്ന് കിട്ടിയ മഹത്വമാണിത്? അവിടുത്തെ ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. അവിടുത്തെ ജീവിതം പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അവിടുത്തെ ജീവിതം രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. സദാസമയവും ദിക്ർ ചൊല്ലുക, സദാസമയവും നിസ്കരിക്കുക, സദാസമയവും ഖുർആൻ ഓതുക, സദാസമയവും തഹ്ലീൽ ചൊല്ലുക. ഇതുമാത്രമാണ് ഔലിയാക്കളുടെ സ്വഭാവമെന്ന് ധരിച്ചു പോകരുത്. ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് അവര്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അചഞ്ചലമായ ഈമാനുള്ള കക്ഷികള്, സ്വാലിഹായ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകള്, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, ജനങ്ങൾക്ക് അല്ലാഹു തആല ഈ മഹാന്മാരോട് സ്നേഹം വിട്ടുകൊടുക്കും. ഇന്ന് മഹാനായ ബഹുമാനപ്പെട്ട PCH സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തില് ഈ സ്ഥലത്ത് നടക്കുന്ന സുദ്ദീഖ് തങ്ങളുടെ മജ്‌ലിസ്, അത് മഹാനായ സുദ്ദീഖ് തങ്ങളെ ഓർത്തുകൊണ്ടുള്ള മജ്‌ലിസാണ്. മഹാനായ അബൂബക്കറിന് സുദ്ദീഖ് തങ്ങളുടെ മഹത്വം, അവിടുത്തെ മദ്ഹുകൾ ചൊല്ലുന്ന മജ്‌ലിസാണ്. ആ മജ്‌ലിസിൽ എല്ലാ മാസവും മജ്‌ലിസ് നടക്കുമ്പോ, ജുമാഅത്തുൽ ഊല മജ്‌ലിസ് വരുമ്പോ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ ഓർക്കുകയാണ്. കാരണം എന്താണ്? അചഞ്ചലമായ ഈമാനുള്ള കക്ഷികള്, സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കിയ കക്ഷികള്, അവരെ എല്ലാവരും സ്നേഹിക്കും. കഴിഞ്ഞ മാസം മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളെ ആണ്ടിന്റെ മാസമായിരുന്നു. ആ മാസം വന്നപ്പോ മഹാനായ ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് എല്ലാവരും പാടുകയാണ്, അവിടുത്തെ ആണ്ട് നേർച്ച നടത്തുകയാണ്, അവരെ അനുസ്മരിക്കുകയാണ്. ഈ മാസം എത്തിയപ്പോ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ സ്മരിക്കുകയാണ്. റജബ് വരുമ്പോ ഖാജ തങ്ങളെ സ്മരിക്കുകയാണ്. റമളാൻ വരുമ്പോ ബദരീങ്ങളെ സ്മരിക്കുകയാണ്. അങ്ങനെ ഓരോ സമയങ്ങളിലും കഴിഞ്ഞുപോയ മഹാന്മാരെ അവരെ സ്മരിക്കുകയാണ്, അവരെ പറയുകയാണ്. മാസം അവരുടെ ആണ്ടിന്റെ സമയം വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും അവരെ സ്മരിക്കുന്നു. അവരോട് സ്നേഹമുള്ളവരാണ് വിശ്വാസികൾ മുഴുവനും. അത് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഏറ്റവും വലിയ മഹത്വം ഹബീബായ തങ്ങള് അതാ എല്ലാ അമ്പിയാക്കളുടെ മുന്നിലും, എല്ലാ അമ്പിയാക്കളുടെ സമുദായങ്ങളുടെ മുന്നിലും വലിയ അഭിമാനം പറയുകയാണ്. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കൈപിടിച്ചുകൊണ്ട്, സഹോദരങ്ങളെ, വലിയ മഹത്വമുള്ള വലിയ നേതാവാണ് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരൊറ്റ സംഭവം പറയട്ടെ. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പരിശുദ്ധമായ മദീനയിലേക്ക് വരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനാണ് മദീനയിലേക്ക് വരുന്നത്. അവിടുത്തെ വല്ലിപ്പയായ മുത്തുനബി തങ്ങളുടെ റൗളയുടെ സമീപത്ത് വന്ന് നിന്നിട്ട് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങള് രണ്ട് വരി പദ്യം ചൊല്ലുകയാണ്. ഫീ ഹാലത്തിൽ ബഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി
വഹിയ നാഇബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ റൗളയിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് പാടുകയാണ്. അങ്ങനെ ഹബീബായ തങ്ങളെ റൗളയിൽ വെച്ച് പാടുന്നത് എന്താണ്? ഓ നബിയേ, ഞാൻ എത്രയോ ദൂരത്തുള്ള സമയത്ത്, എൻ്റെ നാട്ടിലുള്ള സമയത്ത് പലപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ശാരീരികമായി എനിക്കതിന് സാധിക്കാറില്ല. ശരീരം കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ആത്മാവിനെ ഈ മദീനയിലെ മണ്ണിലേക്ക്, ആ തങ്ങളെ ഹളറത്തിലേക്ക്, റൗളയിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. എൻ്റെ ആത്മാവ് ഈ മദീനയിൽ വന്ന് മദീനയുടെ മണ്ണ്, തങ്ങളുടെ റൗളയുടെ മണ്ണ്, അത് ചുംബനം നൽകി എൻ്റെ അടുക്കലേക്ക് പലപ്പോഴും വരാറുണ്ട്. പക്ഷേ ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ശരീരവുമായിട്ടാണ്. തങ്ങളെ മുന്നിലേക്ക് വന്നതാണ്. എനിക്ക് വലിയ ഒരു ആഗ്രഹമുണ്ട്. തങ്ങളെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കണം, തങ്ങളെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കണം, തങ്ങളെ കൈ എനിക്കൊന്ന് നീട്ടിത്തരണം. സഹോദരങ്ങളെ, മുത്തായ തങ്ങളെ മദീനയില് അവിടുത്തെ റൗളയിൽ ചെന്നിട്ട് അവിടുത്തെ വഫാത്തിന്റെ വർഷങ്ങൾക്ക് ശേഷം ഹബീബായ തങ്ങളോട് അവിടുത്തെ പേരമകനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, നമ്മുടെ വെളിയങ്കോട്ടുകാരനായ ആശിഖുർ റസൂൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനത്തെ മണ്ണിൽ ചെന്നിട്ട്, തങ്ങളെ റൗളയിൽ ചെന്നിട്ട് ആ റൗളയുടെ ഉള്ളിലൊന്ന് കിടക്കാൻ സമ്മതം ചോദിച്ചപ്പോ അവിടുത്തെ പാറാവുകാർക്ക് രാജാവിന്റെ അനുമതിയില്ലാത്തത് കൊണ്ട്, അതേ ഭരണാധികാരികളുടെ അനുമതിയില്ലാത്തത് കൊണ്ട് അവരത് വിലക്കുകയാണ്. പക്ഷേ ഉമർ ഖാദി തങ്ങളൊന്നും സംഘട്ടനത്തിന് നിന്നില്ല, മറിച്ചൊന്നും പറഞ്ഞില്ല. അവിടെ ഇങ്ങനെ മാറി നിന്നിട്ട് ഉമർ ഖാദി തങ്ങൾ വിളിക്കുകയാണ്. മദേ റൗളയുടെ ഉള്ളിലുള്ള മുത്തുനബി തങ്ങളെ വിളിക്കുകയാണ്. യാ അക്റമൽ ഖുറമാ അലാ ഇതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ ഫീ ഖദ്ദൈഹി സലസജീമാ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അതാ വിളിച്ചു പറയുകയാണ്, ഓ അത്യുന്നരിൽ ഉത്തമരായ നബിയേ, തങ്ങളെ സമീപത്ത് അങ്ങ് കേരളത്തിലെ വെളിയങ്കോട്ട് നിന്ന് ഫഖീറായ പാവപ്പെട്ടവനായ ഉമർ വളരെ പ്രതീക്ഷ വെച്ചാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. തങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വന്നതാണ്, തങ്ങൾ എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചു വന്നതാണ്. തങ്ങളുടെ പ്രതീക്ഷയിൽ തങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് പാവപ്പെട്ട ഉമറിന്റെ കണ്ണിൽ നിന്ന് വെള്ളം കവിൾ തടത്തിലൂടെ ഒഴുകുന്നു. യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ വിളിച്ച് സങ്കടം പറയുമ്പോ റൗളയുടെ കവാടം തുറക്കപ്പെടുകയാണ്. ആ റൗളയുടെ വാതിൽ തുറക്കപ്പെടുകയാണ്, റൗളയുടെ പൂട്ട് തുറക്കപ്പെടുകയാണ്. പാറാവുകാര് അത്ഭുതത്തോടെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. അവര് ചോദിക്കുന്നു രാജാക്കന്മാരോട്, ഭരണാധികാരികളോട്, വിവരമറിയിക്കുന്നു മേലുദ്യോഗസ്ഥരോട്. അവര് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട,
അവര് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ഹബീബായ തങ്ങളുടെ റൗളയുടെ കവാടം തുറക്കപ്പെട്ട സമയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് മുത്തായ തങ്ങളെ റൗളയുടെ മുന്നിൽ പോയി നിന്നിട്ട്, ഓ നബിയേ, പലപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആത്മാവിന് മദീനയോട് വലിയ ബന്ധമുണ്ട്. തങ്ങളിപ്പോൾ തങ്ങളെ സമീപത്തി ശരീരവുമായി വന്ന പാവപ്പെട്ട അഹമ്മദിന് വലിയ ആഗ്രഹമുണ്ട്. തങ്ങളെ കൈയൊന്ന് നീട്ടിത്തരുമോ? കൈ നീട്ടിക്കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ഫൈന്ദദാലിക അഖ്റജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഹുൽ മുബാറക. ഹബീബായ തങ്ങള് അവിടുത്തെ റൗളയുടെ ഉള്ളിൽ നിന്ന് മുബാറക്കായ അനുഗ്രഹീതമായ അവിടുത്തെ കൈ നീട്ടിക്കൊടുക്കുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ആ കൈ പിടിച്ച് ചുംബിക്കുന്നു. ഈ സംഭവം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാര് പറയുന്നു, വന്നാസു യുശാഹിദൂന അലാ ദാലിക, ജനങ്ങൾ മുഴുവനും ഇത് നോക്കി കാണുകയാണ്. അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകൾ മുഴുവനും ഇത് കാണുകയാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ തങ്ങള് തങ്ങളെ കൈ നീട്ടി തന്നു എന്ന് അവകാശവാദം പറഞ്ഞതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൈ നീട്ടിക്കൊടുക്കുന്നത് നേരിട്ട് അവിടെ നിന്ന് ആളുകൾ കാണുകയാണ്. അവിടെ നിൽക്കുന്നവര് സാക്ഷിയാവുകയാണ്. സഹോദരങ്ങളെ, അത്രയും വലിയ മഹത്വത്തിലേക്ക് അഹ്മദുൽ കബീർ റിഫായി തങ്ങളാകുന്ന മുത്തുനബിയുടെ പേരക്കുട്ടി എത്തിയത് സാന്ത്വന പ്രവർത്തനങ്ങളെ കൊണ്ടാണ്, ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്തുകൊണ്ടാണ്, രോഗികളെ പരിഗണിച്ചത് കൊണ്ടാണ്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തത് കൊണ്ടാണ്, ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്. അതേ പാവങ്ങളെയും രോഗികളെയും മൃഗങ്ങളെയും ഒക്കെ പരിഗണിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരു മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിമീങ്ങളും അതുപോലെ തന്നെ മുഴുവൻ മനുഷ്യരും അതുപോലെ ജിന്നുകളും അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ സേവനം ചെയ്തിരുന്ന, ഖിദ്മത്ത് ചെയ്തിരുന്ന അത്തരം ജീവികൾ, മറ്റു ജീവികൾ, വന്യമൃഗങ്ങൾ, വിഷജന്തുക്കൾ എല്ലാം ഉണ്ടായിരുന്നു. ഔലിയാക്കൾ അങ്ങനെയാണ്, അവരുടെ മഹത്വം അത്രമാത്രമാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും സുഹൃതങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കുകയും ചെയ്തവർക്ക് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, എല്ലാവരുടെ സ്നേഹവും അവർക്ക് കിട്ടും. മനുഷ്യരു മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഉള്ളവർ മാത്രമല്ല, നാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ഓതി വഫാത്തായിട്ട് 1400 വർഷം കഴിഞ്ഞു. പക്ഷേ മഹാനവറുകളെ ഇന്നും നമ്മൾ സ്മരിക്കുകയാണ്, അവിടുത്തെ മദ്ഹ് പറയുകയാണ്, പാടുകയാണ്, സ്നേഹിക്കുകയാണ്. അല്ലാഹു തആല ആ മഹത്തുക്കളുടെ ഓരം പറ്റി നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് വളരെ അടിയന്തരമായി ഒരു പരിപാടിക്ക് എത്താനുള്ളത് കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ചെറിയ നിലക്കൊന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തും. ശേഷം അഭിവന്യരായ ഉസ്താദ് എല്ലാ മജ്ലിസിലും ഉള്ളതുപോലെ ഇൻഷാ അല്ലാഹ് ദുആക്ക് നേതൃത്വം നൽകും. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും റാഹത്തും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ